ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. എന്നും ഒരുപോലെ കഴിച്ച് മടുത്തവർക്കായിട്ട് ഇതുപോലെ ഒരു വെറൈറ്റി രീതിയിൽ ഒന്ന് ചെയ്ത് കഴിച്ച് നോക്കുക. ഭയങ്കര ടേസ്റ്റുമാണ്, ഭയങ്കര സിമ്പിളുമാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇതിനായി ആദ്യം തന്നെ ഒരു ക്യാരറ്റ് അത്യാവശ്യം വലിപ്പമുള്ളതാണ്. തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ട് കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. വേവിച്ചെടുത്ത ക്യാരറ്റ് നല്ലപോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ക്യാരറ്റിൻ്റെ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ അതിൻ്റെ കണക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒരു അര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പം ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ച പരുവം ഇതാണ്. ഇനി നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. 250 ml കപ്പിൻ്റെ അളവിൽ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതേ കപ്പ് അളവിന് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്നുകൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആദ്യം തന്നെ ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാത്തതാണ്. ഇത് അരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അരയാതെ ബുദ്ധിമുട്ടായിട്ട് വരുന്ന സമയമാകുമ്പോൾ നമ്മൾ ഒരു അരക്കപ്പിൽ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു കപ്പിന്. എന്നിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ അരച്ചെടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഒന്നിച്ച് ഒഴിച്ചു കൊടുത്താൽ അരയാൻ ബുദ്ധിമുട്ടാവും, അതുകൊണ്ടാണ്. ഞാനിപ്പോൾ അരച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കാണിച്ചു തരാം. ഈ പരുവത്തിലാണ് നമുക്ക് അരഞ്ഞു കിട്ടിയിട്ടുള്ളത്. ഇതൊരുപാട് കട്ടിയാണ്. നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കറക്റ്റ് പരുവത്തിനാക്കി എടുക്കാം. അപ്പോൾ എത്രയാണോ വെള്ളം വേണ്ടതെന്ന് ആദ്യം അറിയാൻ പറ്റില്ല. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പരുവം തെറ്റും. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള പരുവം. നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് ആ ഒരു 1/4 കപ്പിന് തന്നെ പകുതി വെള്ളം എടുത്തിട്ട് അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പരുവം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് അളവിന് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തെടുത്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാനും നല്ല ഭംഗി ഉണ്ടാവും. അതുപോലെ ആ ഒരു കറിവേപ്പിലയുടെ മണവും ഇതിൽ നന്നായിരിക്കും. ഇത് നിർബന്ധമൊന്നുമില്ല. കറിവേപ്പിലയുടെ ആ ഒരു മണം ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുക്കുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഞാനിതാ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കറക്റ്റ് ഒരു പരുവത്തിന്. ഇതാണ് നമ്മുടെ മാവിൻ്റെ കറക്റ്റ് പരുവം. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഹോളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് അടച്ചു വെക്കാവുന്നതാണ്. അടച്ചു വെച്ച് ഒരു 10-30 സെക്കൻഡ് ആകുമ്പോഴേക്ക് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നമുക്കിത് എടുത്തു മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരെണ്ണം ചുട്ടെടുത്ത സമയത്ത് ഒട്ടും തന്നെ പാനിൽ ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് യൂസ് ചെയ്തിട്ട് ചുട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ അടുത്തതായിട്ട് ചുട്ടെടുക്കുന്നത് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്കാണ് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ചുട്ടെടുക്കുന്നത്. അങ്ങനെയും ചെയ്ത് കാണിക്കുന്നുണ്ട്. എങ്ങനെ വേണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ തീരുമാനമാണ്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഇന്ന കറി എന്നൊന്നുമില്ല. ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും ഇത് ചേരുന്നതാണ്. എന്തിൻ്റെ കൂടെയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അതുപോലെ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിപ്പോൾ വേവിച്ചെടുക്കുന്നത്. ഈ ഒരു ഫ്ലെയിമിൽ തന്നെ എല്ലാം വേവിച്ചെടുക്കുക. അപ്പോൾ എല്ലാം ഒരുപോലെ വെന്ത് കിട്ടും. ഇതേപോലെ തന്നെ എല്ലാം ചുട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.